എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന ബന്ധങ്ങൾ അല്ലെങ്കിൽ അനലോജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വേർഡ് അനലോജി, നമ്പർ അനലോജി, അതേപോലെ ആൽഫബറ്റ് അനലോജിയാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു 3 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ വേർഡ് അനലോജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് രക്തം ഈസ്റ്റു ഹെമറ്റോളജി, അതേപോലെ പല്ല് ഈസ്റ്റു എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ നോക്കുക. രക്തവും ഹെമറ്റോളജിയും തമ്മിലുള്ള റിലേഷനാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ? അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. എന്താണ്? രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ പല്ലിന്റെ അവിടെ ഈസ്റ്റു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ എന്തായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? പല്ലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓഡന്റോളജി. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഓഡന്റോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് കുറച്ച് നമ്മുടെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് ഈ അനലോജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത കൂടുതലും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും GK ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ബയോളജി, കെമിസ്ട്രിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സബ്ജക്ട്സും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ 2-3 പഠനശാഖകൾ കൂടി പറയുകയാണ്. നമുക്ക് വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് നോക്കിയാലോ? നെഫ്രോളജിയാണ്. നെഫ്രോളജിയാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? കാർഡിയോളജി. ഓക്കെ, അടുത്തത് കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജി ആണ് അല്ലെ? ഹെപ്പറ്റോളജി. അപ്പൊ നമ്മളിവിടെ 5 കാര്യങ്ങൾ പഠിച്ചു. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജിയാണ്, പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജിയാണ്, വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, അതേപോലെ കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഇത് ഇവിടെയും കൊണ്ട് നിർത്തരുത്, നിങ്ങൾ കൂടുതൽ പഠനശാഖകളെ പറ്റി പഠിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഊർജം ഈസ്റ്റു ജൂൾ ആണ്, അങ്ങനെയാണെങ്കിൽ മർദ്ദം ഈസ്റ്റു എന്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഊർജം ഈസ്റ്റു ജൂൾ ആണ്. എന്താണ് ഊർജവും ജൂളും തമ്മിലുള്ള ബന്ധം? എനർജി അല്ലേ? എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ്. ഊർജം അളക്കുന്ന യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മർദ്ദത്തിന്റെ എന്താണ്? പാസ്കൽ ആണ് അല്ലെ? പാസ്കൽ. ഇത് നമ്മുടെ ഫിസിക്സിലെ ഒരു ഭാഗമാണ്. യൂണിറ്റ്സ് പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഈ ഒരു ഭാഗങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂള്, അതേപോലെ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചും കൂടി യൂണിറ്റ്സുകൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലെ? ന്യൂട്ടൺ. അടുത്തത് പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഓം ആണ് അല്ലെ? ഓം. അടുത്തത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? ലിറ്റർ. അടുത്തത് സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ നമ്മളിവിടെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാന്ന് പറയുന്നു. അതുകൊണ്ട് മർദ്ദത്തിന്റെ യൂണിറ്റ് തന്നെയായിരിക്കും ഇവിടെ പറയേണ്ടത്. യൂണിറ്റ് പാസ്കൽ ആണ് അല്ലെ? പിന്നീട് ബലത്തിൻ്റെത് ന്യൂട്ടൺ ആണ്, പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെത് ഓം ആണ്, വ്യാപ്തം വോളിയത്തിൻ്റെത് ലിറ്റർ, അതേപോലെ ടൈമിൻ്റെത് സെക്കൻഡും ആണ്. ഇതൊക്കെ നമ്മൾ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പേര് ഏതാണ് പറയുന്നത്? ഇംഗ്ലണ്ട് പൗണ്ട് ആണ്. എന്താണ് ഇംഗ്ലണ്ടും പൗണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? ഇംഗ്ലണ്ടിന്റെ നാണയമാണ് പൗണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ നാണയമാണ് പൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിന്റെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ നാണയം എന്ന് പറയുന്നത് ടാക്ക. ഓക്കെ, അപ്പോൾ ബംഗ്ലാദേശിന്റെ നാണയം എന്ന് പറയുന്നത് ടാക്കയാണ്. ഇംഗ്ലണ്ടിന്റെ നാണയം എന്ന് പറയുന്നത് പൗണ്ട് ആണ്. അപ്പൊ നമുക്കൊരു 5 രാജ്യങ്ങളുടെ നാണയങ്ങൾ കൂടി ഡിസ്കസ് ചെയ്താലോ? ആദ്യം പറയുന്നത്
ഇന്ത്യയാണ്. എന്താണ് ഇന്ത്യയുടെ നാണയം എന്ന് പറയുന്നത്? രൂപ. ഇറാഖിൻ്റെത് ദിനാർ. അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനി. പാകിസ്ഥാൻ രൂപ തന്നെയാണ്. ഇറ്റലി യൂറോ ആണ്. ഓക്കെ, ഇംഗ്ലണ്ടിൻ്റെ പൗണ്ട്, ബംഗ്ലാദേശിൻ്റെ ടാക്ക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യ രൂപയാണ്, ഇറാഖ് ദിനാറാണ്, അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിയാണ്, പാകിസ്ഥാൻ രൂപയാണ്, ഇറ്റലി യൂറോ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ഭരതനാട്യം ഈസ് ടു തമിഴ്നാട് എന്നാണ് പറയുന്നത്. എന്താണ് ഭരതനാട്യവും തമിഴ്നാടും തമ്മിലുള്ള റിലേഷൻ? ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ കലാരൂപമാണ്. ഇവിടെ കലാരൂപമാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അസം തന്നിട്ടുണ്ട്. അസമിന്റെ കലാരൂപം ഏതാണ്? സത്രിയ. എന്താണ്? സത്രിയ. അപ്പൊ അസമിന്റെ കലാരൂപം എന്ന് പറയുന്നത് സത്രിയയാണ്. പിന്നീടാണ് നമ്മൾ കഥക്, കഥകളി, ഒഡീസിയും കൂടി നോക്കാം. കഥക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ കലാരൂപമാണ്. കഥകളി എന്ന് പറയുന്നത് കേരളം, അതൊക്കെ അറിയാലോ. ഓക്കെ, ഒഡീസി എന്ന് പറയുന്നത് എന്താണ്? ഒഡീഷ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ. ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ കലാരൂപമാണ്. സത്രിയ എന്ന് പറയുന്നത് അസമിന്റെ കലാരൂപമാണ്. കഥക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ, കഥകളി എന്ന് പറയുന്നത് കേരളത്തിന്റെ, ഒഡീസി എന്ന് പറയുന്നത് ഒഡീഷയുടെ കലാരൂപമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ എന്താണ്? കലാരൂപങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, കോളറ ബാക്ടീരിയ. കോളറ ഈസ് ടു ബാക്ടീരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോളിയോ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്? കോളറയും ബാക്ടീരിയയും. കോളറ ഒരു രോഗമാണ്, ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു രോഗാണുവാണ്, ഒരു രോഗകാരിയാണ് അല്ലേ? അപ്പോൾ കോളറ പരത്തുന്നത് എന്താണ്? ബാക്ടീരിയയാണ്. അപ്പോൾ ഇവിടെ രോഗങ്ങളും അതേപോലെ തന്നെ രോഗകാരികളുമാണ് തന്നിട്ടുള്ളത്. ഇവിടെ പോളിയോ പരത്തുന്നത് എന്താണ്? ബാക്ടീരിയ ആണോ വൈറസ് ആണോ? എന്തായിരിക്കും? വൈറസ് ആണ് അല്ലേ? അപ്പോൾ പോളിയോന്റെ നേരെ നമ്മൾ എന്തെഴുതുക? വൈറസ്. അപ്പോൾ കോളറ ഈസ് ടു ബാക്ടീരിയ, അതേ റിലേഷൻ അപ്പുറത്ത് ഫോളോ ചെയ്യണം. പോളിയോ ഈസ് ടു വൈറസ്. ഓക്കെ, ഇനി നമുക്ക് 2-3 രോഗങ്ങളുടെയും കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യം എലിപ്പനി. എന്താണ്? ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ്. സാർസ് എന്ന് പറയുന്ന രോഗമോ വൈറസ് പരത്തുന്ന രോഗമാണ്. അടുത്തത് ആണി രോഗം പരത്തുന്നതോ ഫംഗസ് എന്ന് പറയുന്ന രോഗകാരിയാണ്. ഓക്കെ, ഫംഗസ്. അപ്പൊ ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ ബയോളജിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ടോപ്പിക് നോക്കിയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ, അതായത് LP, UP, 7th, 10th, ഡിഗ്രി, 12th ഈ ലെവലുകളെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും അവൈലബിൾ ആണ്. കൂടാതെ ഓരോ നോട്ടുകളെയും ബേസ് ചെയ്തിട്ടുള്ള MCQസും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ്. വിവിധ ലെവലുകളിൽ സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ്. എല്ലാ സ്റ്റഡി പ്ലാനുകളും തന്നെ ഓരോ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് 6 മാസത്തേക്ക് വരുന്നത്. എന്നാൽ 5% ഡിസ്കൗണ്ടോടുകൂടി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 1000 ഡിസ്കൗണ്ട് 5 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ അനലോജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങളാണ്. ചെയ്ത് നോക്കിയാലോ? അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് 9:11:81:. ബ്ലാങ്ക് ആയിട്ട് കിടക്കാണല്ലേ? എന്താണ് 9, അതേപോലെ 11, 81 ഈ നമ്പേഴ്സുമായിട്ട് എന്താണ് റിലേഷൻ എന്ന് നോക്കി നോക്കാം. ഇവിടെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, 9ന്റെ വർഗമാണ് 81, 9 സ്ക്വയർ ആണ് 81. ഇതിൻ്റെ വർഗമാണ് ഈ ഒരു സംഖ്യ. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും? 11ന്റെ വർഗമായിരിക്കും. അതായത് 121 ആയിരിക്കും ഇവിടെ വരുന്നത്. എളുപ്പമുള്ളൊരു ചോദ്യമാണ്.
നമ്പർ അനലോജിയിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ 9ന്റെ സ്ക്വയർ ആണ് 81, അതേപോലെ 11ന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 121 ആണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. 30, 68 ഈസ്റ്റു ഡാഷ് ഈസ്റ്റു 222 എന്ന് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ശ്രേണികളിലൊക്കെ പഠിച്ച പോലെ ഒരു റിലേഷൻ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 30 എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബ് എത്രയാണ്? 27 ആണ്. 27നോട് ഒരു 3 കൂടി കൂട്ടി എന്തായി? 30 ആയില്ലേ? അതായത് 3 ക്യൂബ് പ്ലസ് 3 എന്ന് ഞാൻ 30നെ എഴുതുകയാണ്. ഓക്കെ, അടുത്തത് 68 എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ. 4 ക്യൂബ് എത്രയാണ്? 64 ആണ്. 64നോട് ഒരു 4 കൂടി കൂട്ടിയാൽ 68 ആയിരിക്കും. അപ്പം 4 ക്യൂബ് പ്ലസ് 4 എന്നെനിക്ക് 68നെ എഴുതാം. അപ്പോൾ അടുത്ത സംഖ്യ ആയിരിക്കും വരുന്നത് എത്രയായിരിക്കും? 3 ക്യൂബ് പ്ലസ് 3, 4 ക്യൂബ് പ്ലസ് 4, 5 ക്യൂബ് പ്ലസ് 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ. 5 ക്യൂബ് എത്രയാണ്? 125 ആണ്. 125നോട് 5 കൂടി കൂട്ടിയാൽ 130 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫില്ലായിട്ട് വരുന്നത് 130 ആയിരിക്കും. 222 എങ്ങനെയായിരിക്കും വരുന്നത്? 6 ക്യൂബ് പ്ലസ് 6 ആയിരിക്കും. അപ്പം 3 ക്യൂബ് പ്ലസ് 3, 4 ക്യൂബ് പ്ലസ് 4, 5 ക്യൂബ് പ്ലസ് 5, 6 ക്യൂബ് പ്ലസ് 6 ആണ് അടുത്തത് വന്നത്. ഒരു ശ്രേണി കൂടിയാണ് അല്ലേ. അപ്പം നമ്മൾ നമ്പർ അനലോജിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലുള്ള റിലേഷൻ നമ്പേഴ്സ് ആണെങ്കിൽ റിലേഷൻസ് നോക്കിയിട്ട് വേണം അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ആൽഫബറ്റ് അനലോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്കൂൾ ഈസ്റ്റു എന്ന് പറഞ്ഞിട്ട് TDIPPM ഈസ്റ്റു ബുക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്കൂളും അതേപോലെ തന്നെ ഈ ഒരു കളക്ഷൻ ഓഫ് ലെറ്റേഴ്സും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. സ്കൂൾ SCHOOL ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അതിനനുസരിച്ച് താഴെ കുറച്ച് ലെറ്റേഴ്സും, അതായത് ഈ ഒരു ലെറ്റേഴ്സും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എസ് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്. നമ്മൾ ആൽഫബറ്റ്സ് ആലോചിച്ച് നോക്കുക. ABCD അല്ലേ, അതിൽ എസ് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? ടി വന്നു. ഇനി സി കഴിഞ്ഞിട്ടാണ് CD, ABCD ആണ് അല്ലേ. സി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഡി വന്നു. HIJK ആണ് അല്ലേ. എച്ച് കഴിഞ്ഞിട്ടാണ് ഐ വരുന്നത്. ഇവിടെ ഐ വന്നു. പിന്നെ OP ആണ് അല്ലേ. O കഴിഞ്ഞിട്ടാണ് പി. അതേപോലെ തന്നെ അടുത്തതും പി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എം എത്രയാണ് വരിക? എൽ കഴിഞ്ഞിട്ടാണ് എം വരുന്നത്. LMN അങ്ങനെയാണല്ലോ. അപ്പം എൽ കഴിഞ്ഞിട്ടാണ് എം. അതായത് ഇതിലെ ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് ഇവിടെ എന്താണ്? റിലേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ബുക്സിൻ്റെ ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെയല്ലോ. BOOKS ബി കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാണ്? നമ്മൾ അക്ഷരമാല ഒന്ന് ആലോചിച്ചാൽ മതി. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒന്ന് ആലോചിച്ചാൽ മതി. ബി കഴിഞ്ഞിട്ട് സി, O കഴിഞ്ഞിട്ട് പി, വീണ്ടും O ആണ്, പി തന്നെയാണ്, K കഴിഞ്ഞിട്ട് L, S കഴിഞ്ഞിട്ട് T. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് CPPLT. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് പെയർ വെച്ചിട്ട് നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചു. അത് നമ്മൾ രണ്ടാമത്തെ പെയറിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി CPPLT. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് സമാന ബന്ധങ്ങൾ അല്ലെങ്കിൽ അനലോജി ആയിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആൽഫബറ്റ് അനലോജി, നമ്പർ അനലോജി, വേർഡ് അനലോജി, ഈ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ ഇതുപോലുള്ള ചോദ്യങ്ങളുടെ സൊല്യൂഷനൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഈ ടോപ്പിക്ക് കേവലം മാത്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടോപ്പിക് അല്ല. GK അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനത്തെ വരുന്നതാണ്. അപ്പോൾ അതും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.